അപ്പോ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മലബാർ ഫിനാൻസിലെ അഴിമതി CBI കൊണ്ട് അന്വേഷിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ഇതുവരെ നടത്തിയിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കണം. അഴിമതി കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടി നിയമിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരെ അതാത് സ്ഥാനങ്ങളിൽ നിന്ന് പിൻവലിക്കണം. ഈ ഒരു സംഭവമായി ആയിരുന്നു എന്നുള്ളതുകൊണ്ട് വ്യത്യസ്ത ഏജൻസികൾ അന്വേഷിക്കുന്ന സ്വഭാവം മാറ്റുന്നതിന് വേണ്ടി കൂടിയാണ് അഴിമതി കൂടി CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്നത്. വിജിലൻസ് കേസുകൾ CBI അന്വേഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരു വിജ്ഞാപനം ഇറക്കാം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ SP തൃശൂർ പാലക്കാട് വിജിലൻസ് DYSP ആയിരുന്ന കാലത്ത് 15 കേസുകൾ അന്വേഷിച്ച് ഇല്ലായ്മ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. തെളിവുകളില്ല എന്ന് ആക്കി തീർക്കുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ള ആളാണ്. നമ്മുടെ ആവശ്യമാണ് ഇവർ രണ്ടുപേരെ മാറ്റണം. എന്നിട്ടേ ഈ കേസ് എന്തും അന്വേഷിക്കാവൂ. ഉമ്മൻചാണ്ടിക്ക് കൊടുത്തൊരു കത്തില്ല. ഈ ജോൺമുക്കായി പറഞ്ഞു, ജോൺമുക്കായി 3 പേരാണ് കുട്ടികളായിട്ടുള്ള അതിൽ 3 പേരും കൂടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് അവരെ ബിസിനസ് കേസുകളിൽ കുടിക്കുന്നതാണ്. അത് എന്താ കൊടുക്കുന്ന അറിയുന്നുണ്ടോ? 14/7/2011 അതിനുശേഷമാണ് ഫസീല സയ്യിദിനെ അവിടുന്ന് മാറ്റിയത്. ഇതിപ്പോ ഇവിടെ പാലക്കാട് ബിസിനസ് DYSPയാണ് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്. അതെ, അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് K. സതീഷ് എന്ന് പറയുന്നത്. നേരത്തെ ഉണ്ട്. സതീശൻ കൂടെ DYSP ആയിട്ട് ഏകദേശം 2 വർഷം. സതീശൻ DYSP ആയിട്ട് 2 വർഷം. അതെ, ഇതിന് ശേഷം ഉണ്ടായി പരാതി കൊടുത്ത ശേഷം ഉണ്ടായിരുന്ന സംഭവം ഇതിന്റെ മുഖ്യ അന്വേഷണ ഉദ്യോഗസ്ഥന് ഇതുവരെ കാണാൻ 5 വർഷമായിട്ട് ഫസീല സയ്യിദ്. അതെ, അയാളെ ലോക്കൽ പോലീസിലേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അന്വേഷണം മാത്രമാണോ ഇയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്? ഇവിടുത്തെ പാലക്കാട് DYSP പാലക്കാട് വിജിലൻസ് DYSP ആണ് ഇനി അന്വേഷിക്കേണ്ടത് മലബാർ ഫിനാൻസിന്റെ എല്ലാ കേസുകളും. ഇന്ന് ആക്ഷൻ കൗൺസിലിന്റെ യോഗം വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിനെക്കുറിച്ച് തീരുമാനിക്കും. അതും ഇന്നത്തെ യോഗത്തിൽ വെച്ച് ആലോചിക്കുകയാണ്. മാറ്റിയത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിന് അതിൽ പ്രതിഷേധമില്ലാതിരിക്കാനാണ് എന്ന് തോന്നുന്നു. അദ്ദേഹത്തെ ലോക്കൽ DYSP ആണ് ആക്കിയിരിക്കുന്നത്. സാധാരണ ഞങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ വലിയ സംഭാവന നൽകിയാലേ ലോക്കൽ DYSP ആകാൻ കഴിയൂ. അതാണ് അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് അല്ല, അദ്ദേഹം അതിന് പ്രതിഷേധമില്ലാതാക്കാലോ. അദ്ദേഹത്തിനും വേണമെങ്കിൽ പറയാമായിരുന്നു എന്നെ അകാരണമായി അതിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് കോടതിയുടെ ഉത്തരവ് ലംഘിച്ചത് എന്ന് വേണമെങ്കിൽ ശ്രദ്ധയപ്പെടുത്താവുന്നതാണ്. അങ്ങനെ എത്രയോ ഓഫീസർമാർ ചെയ്യുന്നുണ്ട്. സാംസ്കാരിക വകുപ്പിൽ ഡയറക്ടർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ട് ഭരണകക്ഷിയുടെ നേതാക്കന്മാർ പങ്കെടുക്കുന്നത്. സാംസ്കാരിക വകുപ്പിലെ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഡയറക്ടർ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തില് പാലക്കാടിന്റെ ഒരു ശുദ്ധീകരണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു ശുദ്ധീകരണം ഇത് ഇറക്കുന്നത് മുൻ ഗവൺമെന്റ് കാലത്ത് ഇറക്കിയിട്ടുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പുരാവസ്തുവിന്റെ ഒരു പ്രദേശങ്ങൾ കാര്യമായിട്ട് നടത്തി എന്നുള്ള ഒരു അടിസ്ഥാനത്തില് ഞാൻ ഇവിടുത്തെ ഈ പ്രീ ഹിസ്റ്റോറിക് സൈറ്റിനെ കുറിച്ച് വളരെ വിശദമായ രേഖകൾ. അപ്പൊ ഈ പാലക്കാട് ജില്ലയും കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രധാനപ്പെട്ട ശക്തി മാറ്റുക എന്നുള്ളതാണ് അതിനകത്ത് നേരത്തെ ഇപ്പൊ മാത്രമല്ല നേരത്തെ ഈ കണ്ണത്തിന് മുമ്പ്
ഒരു ഡിമാൻഡായിട്ട് കൊണ്ടുപോയിട്ടുള്ള സന്ദർഭം വിജയിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടും അതിനെക്കുറിച്ചുള്ള രേഖകളും നിങ്ങൾക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചുള്ള പ്രോജക്ട് റിപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും ശരിക്കൊക്കെ നൽകുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള തരത്തിൽ നൽകാനായിട്ട് താല്പര്യമുണ്ട് എന്നുള്ളൊരു കത്താണ് നമ്മളെ പുതിയ ഏറ്റെടുത്തതിന് ശേഷവും അതിന് മുമ്പിലേക്ക് കൊടുക്കുന്നത്. ഒരിക്കലും ഒരു ഡയറക്ടർ പോസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെക്കുറിച്ചിട്ടുള്ള ക്രിയാത്മകമായിട്ട് അതായത് ശരി കൊല്ലങ്കോട് ഏരിയ ടോപ്പിക് മാറ്റില്ല. കൊല്ലങ്കോട് ഏരിയയിൽ പറ്റിയൊക്കെ 40,000 മീറ്റർ ലക്ഷമുള്ള ഏറ്റവും കൂടുതൽ സൈറ്റുകളെ പറ്റിയൊക്കെ കണ്ടെത്തിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചിട്ട് പുരാവസ്തുവത്തിന് വളരെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ട് മറ്റേ ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയൊക്കെ അതിനെക്കുറിച്ച് എന്നോട് രേഖാമൂലം ആവശ്യപ്പെട്ടപ്പോൾ ഇത് അതിന്റെ വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ടൂറിസം വകുപ്പിൽ പുതിയ ബന്ധം ചാർജ് ചെയ്തപ്പോൾ നമ്മുടെ പ്രദേശത്തിന്റെ കേന്ദ്രത്തിൽ താല്പര്യം എന്നുള്ള തരത്തിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റേ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് നൽകാനായിട്ട് സന്നദ്ധരാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഒരു ഡയറക്ടർ പോസ്റ്റോ അതൊരിക്കലും ആ പോസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർക്ക് കൈമാറ്റം ചെയ്തത് മന്ത്രിസഭ സാംസ്കാരിക മന്ത്രിക്കും ജില്ലാ ടൂറിസം ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും മറ്റൊക്കെയാണ് അതിന്റെ കോപ്പികൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. ഇല്ല അത് ആർക്ക് കൊടുക്കുന്നത് DCC പ്രസിഡന്റാണ്. ഇല്ല DCC പ്രസിഡന്റിന് ഞാനായിട്ട് കത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊല്ലങ്കോട് പാലക്കാട് വിദ്യുത്തിനോട് കാര്യമായിട്ട് സമാധാനിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ ഇത് കൊടുക്കുന്നു. ഈ ശശീന്ദ്രൻ നടത്തുന്ന CBI അന്വേഷണം അതൊക്കെ എത്രത്തോളം CBI അന്വേഷണം നടക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് അറിയുള്ളൂ. ഞങ്ങൾക്ക് അതൃപ്തി പറയാവുന്ന വിവരങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അവര് വളരെ സത്യസന്ധമായ രീതിയിലും കുറച്ച് ആഴത്തിലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് ബേസിക്കായിട്ട് പറയുന്നുണ്ട്. ഞങ്ങളെപ്പോഴും അഴിമതി കൂടി അന്വേഷിക്കണമെന്ന് നമ്മൾ വളരെ ശ്രമമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അന്വേഷണത്തിന്റെ പരിധിയിൽ മരണവും മരണ കാര്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ പരിധിക്കകത്ത് വരുന്നുള്ളൂ. അഴിമതി ഇതിനകത്ത് വിഷയമല്ല. അഴിമതിയാണ് ഈ മരണത്തിലേക്ക് കലാശിച്ചിട്ടുള്ളത്. കാരണം അഴിമതിയെ കുറിച്ചുകൂടി അന്വേഷിക്കണം എന്നുള്ളത് നമ്മളെ ബേസിക്കായിട്ട് നമ്മളെ ഒരു പ്രക്രിയേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പല സന്ദർഭങ്ങളിലും നമ്മളത് വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതിനെക്കുറിച്ച് സെപ്പറേറ്റ് തന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രക്രിയേഷനൊക്കെ പോകുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയും ഒക്കെ നിവേദനം കൊടുത്തിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിനും എല്ലാം നിവേദനം കൊടുത്തിട്ടുണ്ട്. മുൻകാര്യങ്ങൾ തന്ന പോലെ ഒരു സജീവമായ പിന്തുണ ഇനിയും നൽകണമെന്നൊരു അഭ്യർത്ഥനയും കൂടി പാലക്കാടിലെ പത്രക്കാർ തന്നെയാണ് ഈ കാര്യം ലോകത്തെ അറിയിച്ചിട്ടുള്ളത്. അതിലൊരു സംശയവും അതിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയും സജീവമായ പിന്തുണ ഞങ്ങൾക്ക് കിട്ടണമെന്നൊരു അഭ്യർത്ഥനയും കൂടി ഞാൻ അന്വേഷണത്തിൽ ഇപ്പോൾ പുരോഗമനം വേണ്ടെന്നാണ് പൊതുവെ പത്രമാധ്യമങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അത് അതിനെപ്പറ്റി അതിൽ പ്രത്യേക പ്രാഥമിക റിപ്പോർട്ടായിട്ടൊന്നും പ്രസിദ്ധീകരിക്കാത്ത സ്ഥിതിക്കും കാരണം നമ്മൾക്ക് എത്തിയിട്ടുള്ള ഇതുമായിട്ട് മർദ്ദനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നമ്മൾ CBIക്ക് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ആ ചാനലിൽ അവര് വിശദമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിയും. പിന്നെ അതിനപ്പുറമുള്ള റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ചകൾ വരെ വന്നപ്പോഴും ഇങ്ങനെ വളരെ വിശദമായിരുന്നു. പിന്നെ ഏതൊക്കെ തലത്തിൽ പോയിട്ടുണ്ടെന്നുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു സൂചന നൽകി കഴിഞ്ഞാൽ പത്രക്കാർക്ക് നാളെ തന്നെ ഇതായിട്ട് നടത്തിയിട്ട് വരാവുന്നതുകൊണ്ട് ഞങ്ങളതിനെക്കുറിച്ച് പറയുന്നില്ല. എന്തായാലും 1-2 ആഴ്ചകളിൽ ഒന്ന് വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഒരു വ്യത്യസ്ത ഡയമെൻഷൻ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മളെ അതിനെക്കുറിച്ച് അപ്പുറമുള്ളൊരു അന്വേഷിക്കുന്നത് ശരിയല്ല. ഇംഗ്ലീഷ് ഏജൻസിയുടെ അവരിലൂടെ അവരെന്തായാലും ആക്ഷൻ കമ്മിറ്റി ചെയ്യും. പാലക്കാട് ജില്ലയിലുള്ള പത്രക്കാരെയും വളരെ ഒരു പ്രത്യേക കാരണം വളരെ സെൻസിറ്റീവായിട്ടൊരു കാര്യമായതുകൊണ്ടും അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ് അതിലൊരു പ്രത്യേക ഡയമെൻഷൻ അവർ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് അവർ ആ കാര്യങ്ങൾ നമ്മളെ വെളിപ്പെടുത്തിയിട്ടില്ല. തൽക്കാലം നമുക്ക് അവരുടെ വിശ്വസിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അതെ, അതിലൂടെ കാര്യങ്ങൾ തെളിയണം തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.
ഇവയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്ന തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന വിധത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ചിലരൊക്കെ വിളിച്ചു. സത്യാവസ്ഥ ഞങ്ങൾക്ക് അറിയില്ലേ? ഞങ്ങൾ മനസ്സിലാക്കുന്നത് വിജിലൻസിന്റെ അന്വേഷണത്തിൽ ഇടപെടുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലൊന്നും ഇവയുടെ അന്വേഷണത്തിലുണ്ട് എന്ന് ഞങ്ങൾക്ക് അങ്ങനെയാണ് വിശ്വാസിക്കാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള CBI യുടെ അന്വേഷണത്തിൽ ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്.